മൊകേരി വള്ളിയായിൽ കാട്ടുപന്നി ആക്രമണത്തിൽ കൊല്ലപ്പെട്ട കർഷകൻ എ കെ ശ്രീധരന്റെ കുടുംബത്തിന് വനംവകുപ്പ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുകയുടെ ആദ്യ ഗഡു കൈമാറി. 10 ലക്ഷം രൂപയാണ് വനംവകുപ്പ് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിൽ 5 ലക്ഷം രൂപയാണ് കുടുംബത്തിന് ആദ്യ ഗഡുവായി നൽകിയത്. മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് പി വത്സനാണ് ശ്രീധരന്റെ മകൻ ബിബിന് വീട്ടിലെത്തി ചെക്ക് കൈമാറിയത്. കണ്ണവം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ സുധീർ നെരോത്ത്, വാർഡംഗം അനിൽ വള്ളിയായി എന്നിവരും കൂടെയുണ്ടായിരുന്നു. ഞായറാഴ്ച രാവിലെയാണ് കൃഷിയിടത്തിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ ശ്രീധരൻ കൊല്ലപ്പെട്ടത്. ദേഹമാസകലം പന്നിയുടെ കുത്തേറ്റ ശ്രീധരനെ ഓടിക്കൂടിയവർ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. വന്യജീവികളുടെ ആക്രമണത്തിൽ കാർഷിക വിളകൾ നശിപ്പിക്കപ്പെട്ടാൽ വനംവകുപ്പ് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നുണ്ടെന്ന് റേഞ്ച് ഓഫീസർ സുധീർ നെരോത്ത് പറഞ്ഞു. അക്ഷയ കേന്ദ്രങ്ങൾ മുഖേന അപേക്ഷ സമർപ്പിക്കണം. ലളിതമായ നടപടിക്രമങ്ങളിലൂടെ കർഷകർക്ക് ഇത് ഉപയോഗപ്പെടുത്താമെന്നും അദ്ദേഹം പറഞ്ഞു. കാട്ടുപന്നിയാൽ ആക്രമിക്കപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ശ്രീധരന്റെ കുടുംബത്തിന് അർഹമായ ആദ്യ ഗഡു സർക്കാർ നഷ്ടം 5 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്ന് മൊകേരി പഞ്ചായത്ത് പ്രസിഡന്റ് സാന്നിധ്യത്തിൽ കൈമാറിയിട്ടുണ്ട്. കുടുംബത്തിന് കൈമാറി. കൂടാതെ നമ്മളെ ഈ വൈൽഡ് ലൈഫ് കോമ്പൻസേഷൻ കൃഷിയിടങ്ങളിലും ഒക്കെ വ്യാപകമായിട്ട് നശിപ്പിച്ചതായി ഇവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കാട്ടുപന്നികളും മറ്റ് മുള്ളം പന്നി അതുപോലുള്ള വന്യജീവികളെ നശിപ്പിച്ചു കഴിഞ്ഞാൽ നഷ്ടപരിഹാരത്തിന് അക്ഷയയിൽ പോയി ഈ ഡിസ്ട്രിക്ട് മുഖാന്തരം അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരു 2 ദിവസം 3 ദിവസത്തെ പ്രൊസീജിയർ കൊണ്ട് ഇത് ഒഴിവാക്കാം. അപേക്ഷകന് മറ്റ് ഓഫീസുകളിൽ കയറി ഇറങ്ങേണ്ട ആവശ്യമോ ഒന്നുമില്ല. അപേക്ഷയിൽ നശിപ്പിച്ച വിളകളുടെ എണ്ണവും എന്താണ് വന്യജീവികൾ വളർത്തുമൃഗങ്ങളെയോ അതുപോലുള്ള ജീവികളെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതിൽ അപേക്ഷയിൽ അക്ഷയയിൽ രേഖപ്പെടുത്തി പാസ്ബുക്കിൻ്റെ കോപ്പിയും ഐഡൻറ്റി കാർഡും വെച്ച് അപേക്ഷിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സർക്കാരിൻ്റെ ഫണ്ട് ലഭ്യമാക്കുന്ന മുറക്ക് തന്നെ അപേക്ഷകൻ്റെ അക്കൗണ്ടിലേക്ക് എത്തുന്നതായിരിക്കും. ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്.